കാട്ടാനെ പിടികൂടാൻ വൈകുന്നു എന്നാരോപിച്ച് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ തടയുകയാണ് നാട്ടുകാർ. കോഴിക്കോട് തൊട്ടിൽപ്പാലം ചൂരണിയിലാണ് ഈ പ്രതിഷേധം ഉയരുന്നത്. ഇന്ന് രാവിലെ 6 മണിക്ക് ഇവിടെ ഒരു വീട്ടിൽ നേരം വെളുത്ത് ഗൃഹനാഥൻ എഴുന്നേറ്റപ്പോൾ മറ്റുപള്ളി മാനുവൽ എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ വീട്ടുമുറ്റത്തേക്ക് ആന പാഞ്ഞു വരിക, അദ്ദേഹം ഓടി രക്ഷപ്പെടുകയും ചെയ്തു. ഞങ്ങൾ നാട്ടുകാർ 6 മണിക്ക് 6:30 ഞങ്ങൾ കണ്ട് 7 മണിക്ക് ഞങ്ങൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ റിപ്പോർട്ട് ചെയ്തു. ഉടൻ തന്നെ ആർആർടിക്കാർ വന്നു. അതിനുശേഷം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ വന്നു. ഇപ്പോൾ സമയം 10:30 സമയമായി. 10:30 ഈ സമയത്തോടനുബന്ധിച്ച് അതിന് മുകളിലുള്ള വേണ്ടപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാനും നിർദ്ദേശങ്ങൾ കൊടുക്കാനും അതുപോലെ മയക്കുവെടി വെച്ച് പിടിക്കാനും ഡോക്ടർമാരുണ്ടെന്ന് പറഞ്ഞ് നിർദ്ദേശം കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞ് ആരും സ്ഥലത്തെത്തിയിട്ടില്ല. ഇവിടെയുണ്ട് 4 മണിക്ക് ശേഷമാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് വണ്ടി ഇങ്ങോട്ട് വരുന്നത്. രണ്ട് ആറാത്തിനെ പറ്റിയിട്ട് നിങ്ങൾ ഇവിടെ എന്തുണ്ടാക്കാനായി കളിക്കുന്നത്? ഈ ആനയെ മയക്കുവെടി വെച്ച് തിരിച്ചു കൊടുത്തു. 4 മണിക്കൂർ കാട്ടാനെ പിടികൂടാൻ വൈകുന്നു എന്നാരോപിച്ചുകൊണ്ടാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ നാട്ടുകാർ തടഞ്ഞത്. കോഴിക്കോട് തൊട്ടിൽപ്പാലം ചൂരണിയിലാണ് ഈ പ്രതിഷേധമുണ്ടായത്. വലിയ ബുദ്ധിമുട്ടിലൂടെ ആ പ്രദേശം കടന്നു പോവുകയാണ്. രാഹുൽ കെ വി ഉണ്ട്. രാഹുൽ, ഭീതിതമായ അന്തരീക്ഷമാണ് ആ പ്രദേശത്താകെ ഉള്ളത് എന്നതാണ് നാട്ടുകാരുടെ വാക്കുകളിൽ നിന്ന്, അവിടുത്തെ സാഹചര്യങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ എപ്പോഴാണ് തടഞ്ഞത്? വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് കാര്യക്ഷമമായി ഇടപെടൽ ഉണ്ടാകാതെ പോകുന്നുണ്ടോ? രതീഷ്, അതിശക്തമായ പ്രതിഷേധമാണ് നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് ഉയർന്നു വരുന്നത്. മണിക്കൂറുകളായി വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ സ്ഥലത്ത് തടഞ്ഞു വച്ചിരിക്കുകയാണ്. ഈ ആനയെ പിടികൂടുന്നതിന്, വന്യമൃഗശല്യം പരിഹരിക്കുന്നതിന് വനം വകുപ്പിൻ്റെ കാര്യക്ഷമമായ ഇടപെടൽ ഉണ്ടാകുന്നില്ല എന്നൊരു പരാതിയാണ് നാട്ടുകാർക്കുള്ളത്. അതായത് ഈ ആന ആഴ്ചകളായി ഈ മേഖലയിൽ തമ്പടിച്ചിരിക്കുകയാണ്. ഇന്നിപ്പോൾ ചൂരണി ജനവാസ മേഖലയിലാണ് ഇറങ്ങിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ഈ മലയുടെ തന്നെ തൊട്ടിപ്പുറത്തെ ഭാഗത്തായി കരിങ്ങാട് മേഖലയിലേക്ക് ഇറങ്ങുകയും ദമ്പതികളെ വീട്ടുമുറ്റത്ത് വെച്ച് ആന ആക്രമിക്കുകയും ചെയ്തിരുന്നു. ഈ ആന 3-3.5 വയസ്സ് പ്രായമുള്ളൊരു ആനയാണ്. അതായത് അത്ര വലുതല്ല, പക്ഷേ ചെറുതുമല്ല. ജൂൺ ആദ്യ വാരം ഒരു ആനയെ വനമേഖലയിൽ ചരിഞ്ഞ നിലയിൽ കണ്ടെത്തിയിരുന്നു. ഇപ്പോൾ ഇറങ്ങിയ ഈ കുട്ടിയാനയുടെ തള്ളയാണ്, അമ്മയാനയാണ് അതെന്നാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷം കാട് കയറാനോ അല്ലെങ്കിൽ ജനവാസ മേഖലയിൽ നിന്ന് മാറി നിൽക്കാനോ ഈ ആന തയ്യാറായിട്ടില്ല. ഇതിനകം 6 പേർക്കാണ് ആനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റത്. കഴിഞ്ഞ ദിവസം ഈ ദമ്പതികളെ ആക്രമിച്ചതിന് പിന്നാലെ നാട്ടുകാർ സംഘടിച്ച് സ്ഥലത്തേക്ക് വന്ന വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ തടഞ്ഞു വെക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് മുഴുവൻ സമയവും പെട്രോളിംഗ് സ്ഥലത്തുണ്ടാകുമെന്ന് വനം വകുപ്പ് പറയുകയും ചെയ്തതാണ്. അപ്പം കഴിഞ്ഞ ദിവസം വനം വകുപ്പിൻ്റെ തന്നെ ഡോക്ടറും അടങ്ങുന്ന സംഘം സ്ഥലത്തേക്കെത്തി ആനയെ നിരീക്ഷിച്ചിരുന്നു. ഇതിൻ്റെ ആരോഗ്യനില ഓക്കെയാണ്. 3.5 വയസ്സ് പ്രായമാണെങ്കിലും മയക്കുവെടി വെച്ച് പിടികൂടുന്നതിന് ആരോഗ്യനില ഓക്കെയാണെന്നൊരു വിലയിരുത്തലാണ് ഈ വനം വകുപ്പ് സംഘം കണ്ടെത്തിയിട്ടുള്ളത്. ഏതായാലും ആനയെ മയക്കുവെടി വെച്ച് പിടികൂടണമെങ്കിൽ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ്റെ അന്തിമ ഉത്തരവ് ലഭ്യമാകേണ്ടതുണ്ട്. അതിനുള്ള കാലതാമസമാണെന്നാണ് സ്ഥലത്തുള്ള വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ഏതായാലും പറയുന്നത്. വയനാട്ടിൽ നിന്ന് എലിഫന്റ് സ്ക്വാഡ് സ്ഥലത്തേക്ക് ഉടനെ തന്നെ എത്തും എന്നുകൂടി അവർ പറയുന്നുണ്ട്. ഈ ഉത്തരവ് എത്തി പ്രശ്നപരിഹാരത്തിന് ഇടപെടൽ വേഗത്തിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. നാട്ടുകാർ വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ തടഞ്ഞുവെച്ചുള്ള പ്രതിഷേധം ചുരണിയിൽ ഇപ്പോഴും തുടരുന്നു. രാഹുൽ കെ വിയാണ് വിവരങ്ങൾ നൽകിയത്.